കൃഷ്ണ മന്ത്രം, ഹരകൃഷ്ണ മന്ത്രം ജപിക്കാൻ തോന്നുക. എളുപ്പമല്ല ജപിക്കാനായിട്ട്, പ്രോസസ് ഈസ് സിമ്പിൾ, പക്ഷേ ആപ്ലിക്കേഷൻ ഈസ് വെരി വെരി ഡിഫിക്കൽട്ട് എന്ന് പറയാറുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്. നാമം ജപിക്കോ, എളുപ്പമാണ് പറയാൻ. എല്ലാം കൃഷ്ണനിലേക്ക് എല്ലാം ചെന്ന് ലയിക്കുന്നു, എല്ലാം ഭഗവാനിൽ തന്നെ വരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരു ഈശ്വരനെ സേവിക്കൂ. ആ ഒരു ഈശ്വരൻ്റെ ഭക്തന്മാരുടെ ഏത് ഈശ്വരൻ്റെ അടുത്തും പോവാം. ഇങ്ങനെ ഒരു ഭാവം വന്നാൽ ഏത് ഈശ്വരൻ്റെ അടുത്തും പോവാം. ഈ സങ്കീർത്തനത്തിൻ്റെ മാധുര്യം അനുഭവിപ്പിച്ചു ലോകത്തിനെ മുഴുവൻ. അങ്ങനെയുള്ള ഭഗവാനെ നമസ്കരിക്കുകയാണ് ഇവിടെ. ഭഗവാന്റെ വേണുവാണ്, മുരളികയാണ് നമ്മൾ ജപിക്കുന്ന മാല. അതിന്ന് വരുന്ന വേണുഗാനമാണ്. അവിടെ രാഗതാനങ്ങൾ അതിനൊന്നും വ്യത്യാസമില്ല. അവിടെ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എന്ന് പറയുന്നു. സാക്ഷാൽ സർവേശ്വരനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ പൊന്നു പാദങ്ങളാണ് ആദ്യത്തെ സ്കന്ധം എന്നാണ്. ഭഗവാന്റെ തൃപ്പാദങ്ങൾ ആണ് ആദ്യത്തെ സ്കന്ധം എന്നത്. അത് ശ്രദ്ധയോടുകൂടെ വായിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ തൃപ്പാദം ഹൃദയത്തിൽ പതിയും. എങ്ങനെയുള്ള പാദമാണ്? പൃഥ്വിതൻ തിരുമാർത്തട്ടിൽ ഉത്സവം ചേർത്ത കാലടി, പാറയെ ദേവിയായി മാറ്റാൻ മായം കോലുന്ന കാലടി, മുപ്പാരമ്പലമുറ്റത്തു വൻധ്വജം തീർത്ത കാലടി. എന്തെല്ലാം അത്ഭുതങ്ങൾ! ഗംഗ കൊണ്ട് ഈശശീർഷത്തിൽ ധാര ചെയ്തൊരു കാലടി, ബലിതൻ ഭാലവട്ടത്തിൽ കിരീടം വെച്ച കാലടി, വൃന്ദാവനത്തിലെ പൈക്കൾ നക്കിത്തോർത്തുന്ന കാലടി, കയ്യിൽ വെച്ചെപ്പോഴും ലക്ഷ്മി വാസനിക്കുന്ന കാലടി, ശക്രന്റെ ദർഭശൈലത്തിൽ വജ്രം അർപ്പിച്ച കാലടി, ഭക്തന്മാർ ചുട്ട നെറ്റിക്കു പറ്റിച്ചിടുന്ന കാലടി. ഇവിടെ വന്ന സമയത്ത് കേട്ടത് എന്താ? കുംഭീന്ദ്രൻ കേണ നേരത്തു ബാണം പോൽ പാഞ്ഞ കാലടി. എന്തൊരു അത്ഭുതമാണ്! ഓരോ ഭഗവാന്റെ ലീലകൾക്കും അതിനൊക്കെ ആ ഭഗവാന്റെ പാദങ്ങൾ, അതാണ് ഭഗവാന്റെ തൃപാദങ്ങൾ നിരന്തരം സ്മരിക്കാൻ സാധിക്കണമെന്നാണ്. അങ്ങനെ നിരന്തരം സ്മരിക്കാൻ ആ പ്രഥമ സ്കന്ധം വളരെയധികം ശ്രദ്ധയോടുകൂടെ വായിച്ച് അതിൻ്റെ ശ്രീല പ്രഭുപാദർ എഴുതിയിട്ടുണ്ട് വ്യാഖ്യാനം ഭംഗിയായിട്ട്. അതായത് ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ വ്യാഖ്യാനം ഒന്നാമത്തെ സ്കന്ധം ഏറ്റവും കൂടുതൽ 5 ലക്ഷം കോപ്പികൾ ചെലവായി എന്നാണ് പറയുന്നത്. ആദ്യത്തെ പ്രിന്റിൽ തന്നെ ചെലവായി. ഇവിടെയല്ല, അമേരിക്കയിൽ, വിദേശ രാജ്യത്ത് ചെലവായി എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കൂ. ശ്രീമദ് ഭാഗവതത്തിനെ ഹൃദയത്തിൽ ഏറ്റാനുള്ള ഭാഗ്യം അവർക്കുണ്ടായി. അപ്പോൾ ആ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ദിവ്യമായിട്ടുള്ള അതിൻ്റെ അനുഭൂതികൾ ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങും ഭാഗവതത്തിൻ്റെ ആ ദിവ്യമായിട്ടുള്ള അനുഭൂതികൾ, എങ്ങും ഭഗവാന്റെ തിരുനാമങ്ങൾ, ഇതിനൊക്കെ കാരണമായിട്ടുള്ള ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദരെ, ആ ഗുരു ചൈതന്യ പ്രഭുവിൻ്റെ ആ പരമ്പരയെ, ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജിനെ, നമ്മളുടെ ഗുരു മഹാരാജിനെ ഒക്കെ അനുസ്മരിക്കേണ്ട ഈ അവസരത്തിൽ അനുസ്മരിക്കേണ്ടതാണ്. അതാണ് ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള തിരുനാമം ജപിക്കണമെങ്കിൽ ആദ്യം ഭഗവാന്റെ പാദം ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെടണം. ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധം മുതൽ ഓരോ സ്കന്ധങ്ങളിലെയും ഓരോ കഥകളും ഓരോ ആശയങ്ങളും വളരെ ശ്രദ്ധയോടുകൂടെ വളരെ ഗൗരവത്തോടുകൂടെ പഠിക്കുന്ന പഠിതാവിന് മാത്രമാണ് ആ അവസാനത്തെ ആ വാക്ക് സ്വയം പ്രായോഗികമാക്കി തീർക്കാൻ സാധിക്കുക. നാമ സങ്കീർത്തനം എന്നത് ഇപ്പോൾ ചൈതന്യ മഹാപ്രഭു എവിടെ ആരംഭിക്കുന്നത്? അവസാനം വെച്ചിട്ടാണ് ചൈതന്യ മഹാപ്രഭു ആരംഭിക്കുന്നത്. അതായത് മഹാഭാരതത്തിൻ്റെ അവസാനത്തെ വാക്കാണ് ശ്രീമദ് ഭാഗവതം. മഹാഭാരതത്തിൻ്റെ അവസാനം ഭാഗവതം തുടങ്ങുകയാണ്. ശ്രീമദ് ഭാഗവതത്തിൻ്റെ അവസാനത്തെ വാക്ക് എന്താണ്? അവിടെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആശയങ്ങൾ ഇവിടെ ആരംഭിക്കുന്നു എന്നാണ്. അവിടത്തേക്ക് അറിയാം, നമ്മൾ ഈ കലിയുഗത്തിൽ 100 വർഷം മാത്രമേ ആയുസ്സുള്ളൂ ആളുകൾക്ക് എന്നുള്ളത് അറിയാം. അതിൽ 50 വർഷം രാത്രിയായിട്ട് പോകുന്നുള്ളത് അറിയാം. പലതിൻ്റെയും പിന്നാലെ ഓടി നടക്കുന്ന അശാന്തി, എപ്പോഴും ദുഃഖങ്ങൾ മാത്രം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് കലിയുഗത്തിൽ വരാൻ പോകുന്ന ആളുകൾ എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെയാണ് കരുണയ ആവതീർണ കലോ സമർപ്പയത് ഉന്നതോജ്വല രസാം സ്വഭക്തി ശ്രീയാം. അതാണ് ഈ
ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭക്തിയുടെ ആ ദിവ്യമായിട്ടുള്ള അവസ്ഥ ലോകത്തിന് അനുഭവപ്പെടുത്താനായിട്ട് ഹരിപുരട സുന്ദര, അതായത് സ്വർണവർണ്ണമായിട്ടുള്ള രൂപത്തോടു കൂടി, സ്വർണവർണ്ണോ ഹേമാങ്കോ വരാങ്ക ചന്ദനാംഗതി അവിടുന്ന് അവതരിച്ചു. ഇതിനു വേണ്ടിയിട്ടാണ്, ഇത് ലോകത്തിന് ഉദ്ബോധിപ്പിക്കാനായിട്ട് എന്നാണ്. ശ്രീമദ് ഭാഗവത്തിൽ കാണാം. ഏത് നാമ ജപിക്കേണ്ടത്? സംശയമില്ല. ധ്യേയം സദാ പരിഭവഘ്നമഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ജിനുദം ശരണ്യം വൃത്യാർത്തിഹം പ്രണതപാലഭവാബ്ധിബോധം വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം. त्यक्त्वा सुदुस्त्यज सुरेप्सितराज्यलक्ष्मीं धर्मिष्ठ आर्यवचसा यदगाधरण्यं मायामृगं दयदयप्सितमन्वधावत् वन्दे महापुरुषते ചരണാരവിന്ദം. അതായത് ഇത് ശ്രീമദ് ഭാഗവതത്തിലെ ഈ 2 ശ്ലോകങ്ങൾ ഇത് 20 വർഷം മുമ്പേ യഥാർത്ഥത്തിലുള്ള അർത്ഥം അറിയാമായിരുന്നില്ല. വാസ്തവത്തിൽ ഇത് ശ്രീകൃഷ്ണ ഭഗവാന്റെ, അതായത് ഭഗവാന്റെ മഹിമകൾ ശ്രീമദ് ഭാഗവതത്തിനെയും രാമായണത്തിനെയും ഉദ്ദേശിക്കുന്നത്, ശ്രീകൃഷ്ണാവതാരത്തെയും രാമാവതാരത്തെയും ഉദ്ദേശിക്കുന്ന ശ്ലോകം എന്നതാണ് മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഒരു 20 വർഷം മുമ്പേ വൃന്ദാവനത്തിൽ വെച്ചിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം അതിൽ ദീക്ഷ ലഭിച്ച സമയത്ത് രാധാ അന്തർജനം, രാധാ അംബികാദേവി എന്നുള്ള പുതിയ പേര് കിട്ടിയതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആരംഭിച്ചത്. ആരെ ധ്യാനിക്കേണ്ടത്? ധ്യേയം സദാ പരിഭവഘ്നമഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ജിനുദം ശരണ്യം വൃത്യാർത്തിഹം പ്രണതപാലഭവാബ്ധിബോധം വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം. വാസ്തവത്തിൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ തൃപാദങ്ങളെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ധ്യേയം സദാ, എപ്പോഴും സ്മരിക്കണം. ആരെയും? പരിഭവഘ്നം, എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കി തീർക്കുന്ന, അഭീഷ്ടദോഹം, എല്ലാ വിധത്തിലുള്ള ആഗ്രഹങ്ങളും സാധിപ്പിക്കുന്ന. എന്താ ഏറ്റവും വലിയ ആഗ്രഹം? ഇനി ഈ ഭൗതികമായ ലോകത്തിൽ ഇങ്ങനെ പല വിധത്തിലുള്ള ദുരിതങ്ങൾ പെട്ട് കഷ്ടപ്പെടാതെ ആത്മീയമായിട്ടുള്ള ലോകത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം അതാണ്. അഭീഷ്ടദോഹം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ പ്രവഹിപ്പിക്കുന്ന എന്നാണ്. തീർത്ഥാസ്പദം, അത്രയും ദിവ്യമായിട്ടുള്ള പാദങ്ങൾ. ശിവവിരിഞ്ജിനുദം ശരണ്യം, ബ്രഹ്മാവ മഹാദേവൻ ഇവരൊക്കെ നിരന്തരം സേവിച്ചുകൊണ്ടിരിക്കുന്ന എന്നാണ്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ, അതായത് അമ്മ ശചീദേവി ഗർഭിണിയായിരിക്കുന്ന സമയത്ത്, ഭഗവാനെ ഗർഭം ധരിച്ചിരിക്കുന്ന ആ സന്ദർഭത്തിൽ അനേക ലോകങ്ങളിൽ നിന്നും, പല പല ലോകങ്ങളിൽ നിന്നും ദേവന്മാര് ഇവിടെ എത്തിയിരുന്നു എന്ന് ചരിതാമൃതത്തിൽ പറയുന്നു. എത്തിയിട്ടുണ്ടായിരുന്നു. എന്തിന്? ഗർഭസ്ഥനായിട്ടുള്ള ഭഗവാനെ നേരിട്ട് വന്ന് നമസ്കരിക്കാനായിട്ട് എന്ന് ആചാര്യന്മാർ അതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ദിവ്യമായിട്ടുള്ള പാദങ്ങളെ നമസ്കരിക്കാനായിട്ട് തീർത്ഥാസ്പദം ശിവവിരിഞ്ജിനുദം ശരണ്യം ഭൃത്യാർത്തിഹം, തന്നെ ആശ്രയിക്കുന്ന സകല ആളുകളെയും ദുഃഖമില്ലാതെ തീർക്കുന്ന പ്രണതപാല ഭവാബ്ധിബോധം. ഈ ഭവസാഗരത്തിനെ കടത്തി വിടുന്നത്, സംസാരമാം കടൽ കടത്തി വിടുന്ന തോണിയായുള്ള ഞാൻ കടലിണയ്ക്ക് വണങ്ങിയിടുന്നേ എന്നാണ്. സംസാരമാകുന്ന സാഗരത്തിനെ കടക്കാനായിട്ടുള്ള ഉപായം നമുക്ക് അനുഗ്രഹിച്ചു തന്നിട്ടുള്ള ആ ഭഗവാനെ വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം. ആ മഹാപുരുഷനായിട്ടുള്ള ഭഗവാനെ, അവിടുത്തെ പാദാരവിന്ദങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു എന്നതാണ് ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് നമ്മൾക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുക. രണ്ടാമത്തെ ശ്ലോകവും അതും വളരെയധികം ഗൗരവമുള്ളതാണ്. തെക്ത്വാ സുദുസ്ത്യജ സുരേപ്സിതരാജ്യലക്ഷ്മീം ധർമ്മിഷ്ഠ ആര്യവചസാ യദാഗാധരണ്യം മായാമൃഗം ദയദയപ്സിതമന്വധാവത് വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം. തെക്ത്വാ സുദുസ്ത്യജ, ആർക്കും ഉപേക്ഷിക്കാൻ സാധിക്കില്ല. എന്ത്? സുദുസ്ത്യജ സുരേപ്സിതരാജ്യലക്ഷ്മീം. അവിടുന്ന് 24 വയസ്സിലാണ് നിമായി പണ്ഡിതൻ തൻ്റേതായിട്ടുള്ള, അതോ വളരെ ചെറുപ്പക്കാരിയായിട്ടുള്ള, വളരെ അധികം പതിവ്രതയായിട്ടുള്ള സ്വന്തം പത്നിയെ, എന്തിനു? സ്വന്തം അമ്മയെ, സ്വന്തം ആളുകളെ മുഴുവൻ ഉപേക്ഷിച്ചു. എന്തിനു വേണ്ടിയിട്ട്?
ഈ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള പ്രഭാവം ലോകത്തിന് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് തെക്ത സുദുസ്ഥിത സുരപ്സിത രാജ്യലക്ഷ്മ്യം ധർമ്മിഷ്ഠ ആര്യവചസ യദഗാധരണ്യം അവിടുന്ന് അവിടുന്ന് ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എവിടെ എത്തി? അത് അഗാധരണ്യം, അതായത് വൃന്ദാവനത്തിനെ മാത്രം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അവിടുന്ന് സന്യാസ ജീവിതം സ്വീകരിച്ചു. വൃന്ദാവനത്തിലെ രാധാറാണിയുടെ ദിവ്യമായിട്ടുള്ള ആ പ്രേമഭാവത്തെ, വിരഹഭാവത്തിനെ സ്വയം അനുഭവിച്ചറിയാനായിക്കൊണ്ട് അവിടുന്ന് എവിടെയാ സ്ഥിരമായിട്ട് താമസിച്ചത്? ജഗന്നാഥപുരിയിൽ, പുരി ജഗന്നാഥൻ്റെ അടുത്ത്. അവിടെ അറിയാം രാധാറാണിയുടെ സ്മരണ കൊണ്ട്, ദിവ്യമായിട്ടുള്ള സ്മരണ കൊണ്ട് അവിടുന്ന് ഉരുകിപ്പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എത്രയോ തവണ ഉണ്ടായിട്ടുണ്ട്. വികലമാവുന്ന അവസ്ഥ എന്നാണ് പറയണത്. അതായത് സ്വർണം ഉരുകാൻ ഒരു കലോറി ഉണ്ടല്ലോ, അതിൻ്റെ ആ ചൂട്, അതിൻ്റെ എത്രയോ 1000 ഇരട്ടി താപം, വിരഹതാപം അനുഭവിച്ചു ഭഗവാൻ. എന്നിട്ട് ഭഗവാൻ ആ ഒരു രൂപം തന്നെ വികലമായി പോയി എന്നാണ്. എന്നിട്ട് ഭഗവാന്റെ കണ്ണുകൾ പെട്ടെന്ന് വലുതായി, കണ്ണിൽ നിന്ന് കണ്ണീര് കുടുകുടെ ഒഴുക, ആ കൈകളും കാലുകൾക്ക് ഉള്ളിലേക്ക് വലിഞ്ഞിട്ടുള്ള ആ ഒരു ഭാവം, ഈ ഭാവം ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ ഉണ്ടായിരുന്നു. ഇത് നാരദ മഹർഷി നേരിട്ട് കണ്ടു. എന്നും ഈ രൂപം കാണണം എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് നാരദ മഹർഷി അവരുടെ ആഗ്രഹത്തിനനുസരിച്ച്, എന്തിന്, രാധാറാണിയുടെ വിരഹം കൊണ്ടാണ് ഈ രൂപം ഉണ്ടായത്. അതുകൊണ്ട് ഈ രൂപം ഭഗവാനിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ്. അപ്പോൾ രാധാറാണിയുടെ ദിവ്യമായിട്ടുള്ള ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് അവിടുന്ന് ആ ജഗന്നാഥന് മുമ്പിൽ വരുന്ന സമയത്ത് അവിടുന്ന് എല്ലാം മറന്നു എന്നാണ്. ധ്യേയം തെക്കുതാ സുദുസ്ഥിത സുരപ്സിത രാജ്യലക്ഷ്മ്യം ധർമ്മിഷ്ഠ ആര്യവചസ യദഗാധരണ്യം മായാമൃഗം, അതായത് ഈ കാണുന്ന വസ്തു, ഇത് കാണുന്നതെല്ലാം മായയാണ്. മായയുടെ പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഓരോ ജീവനും ഈ ഉള്ളതിന് ഇല്ല എന്ന് വിചാരിക്കുക, ഇല്ലാത്തതിന് ഉണ്ട് എന്ന് വിചാരിക്കുക എന്നാണ്. ഈ കാണുന്ന വസ്തുക്കളെല്ലാം സത്യമാണെന്ന് വിചാരിക്കുക, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈശ്വരനെ അറിയാതിരിക്കുക. അങ്ങനെ മായയുടെ പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവർ മുഴുവൻ തന്നിലേക്ക് അതിൻ്റെ ദിവ്യമായ രൂപത്തിൽ കൂടെ, ദിവ്യമായ ശബ്ദത്തിൽ കൂടെ തന്നിലേക്ക് ആകർഷിച്ചു. അവിടുന്ന് അങ്ങനെ ആകർഷിച്ചുകൊണ്ട് അവിടുന്ന് എല്ലാവരെയും കൃഷ്ണഭക്തിയിലേക്ക് ലയിപ്പിക്കുന്ന അവസ്ഥ. എൻ്റെ ഗുരുമഹാരാജ് പറയാറുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഒരു സേവയും ചെയ്യണ്ട, പക്ഷെ ഒരു കാര്യം, അതായത് ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭുവിൻ്റെ ഗൗരനിതായയുടെ ഒരു ചിത്രം, ഒരു പടം ഗൃഹത്തിൽ വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അവിടെ വേറൊന്നും നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾക്ക് കഴിവില്ലേ ചെയ്യണ്ട. ആ പടത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ ജപിക്കാൻ സാധിക്കോ? അവിടുന്ന് സന്തോഷിക്കും. വേറൊന്നും ആവശ്യമില്ല. കാരണം നമ്മളുടെ ഈ ഒരു ദയനീയമായ അവസ്ഥ ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് അവിടുന്ന് മായാമൃഗം ദയദേവസുലം അന്വധാവൽ, ആ മായയുടെ പിന്നാലെ നടക്കുന്ന ആളുകളൊക്കെ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് എല്ലാവരും ആനന്ദം അനുഭവിക്കട്ടെ. എല്ലാവരും എങ്ങനെയാണ്? ആനന്ദാബുധിവർദ്ധനം പ്രതിപദം, അല്ലേ, പൂർണ്ണാമൃതാസ്വാദനം സർവാത്മസ്മപനം പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൻ്റെ മാധുര്യം അനുഭവിപ്പിച്ചു ലോകത്തിനെ മുഴുവൻ. അങ്ങനെയുള്ള ഭഗവാനെ നമസ്കരിക്കുകയാണ് ഇവിടെ. എങ്ങനെ നാമം ജപിക്കാനായിട്ട് തോന്നുക? ആർക്കാണ് തോന്നുക? അതിനെക്കുറിച്ച് പറയണു. ഹൃദയൽ ധ്യായതോ വിഷ്ണു, ഹൃദയുഗത്തിൽ ഭഗവാന്റെ എത്രയോ ലക്ഷക്കണക്കിന് വർഷം തപസ് ചെയ്തിട്ടുള്ള പുണ്യം, അതേപോലെ ത്രേതായുഗത്തിൽ ഒരു അനവധി യജ്ഞങ്ങൾ ചെയ്തിട്ടുള്ള പുണ്യം, ദ്വാപരയുഗത്തിൽ എത്രയോ കാലം ഭഗവാന്റെ പൂജ ചെയ്തിട്ടുള്ള ഫലം, ഇതെല്ലാം കൂടി ഒന്നിച്ച് ഒരു ജീവനിൽ പൂർണ്ണമായിട്ട് ഒന്നിച്ച് ചേരുന്ന സംസ്കാരമായി മാറുന്ന അതേ സമയത്താണ് നമ്മൾക്ക് ഈ കലിയുഗത്തിൽ കൃഷ്ണ മന്ത്രം, ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാൻ തോന്നുക. എളുപ്പമല്ല ജപിക്കാനായിട്ട്, പ്രോസസ് ഈസ് സിമ്പിൾ, പക്ഷേ ആപ്ലിക്കേഷൻ ഈസ് വെരി വെരി ഡിഫിക്കൽട്ട് എന്ന് പറയാറുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്. നാമം ജപിക്കുമോ? എളുപ്പമാണ് പറയാൻ, സ്റ്റേജിലിരുന്ന് പറയാം നാമം ജപിക്കൂ എന്നുള്ളത്. പക്ഷേ പറയുന്ന ആൾ ജപിക്കുന്നുണ്ടോ? ജപിക്കുന്നില്ലെങ്കിൽ ഈ പറയുന്നതിന് ഒരർത്ഥമില്ല. അനേക ആചാര്യന്മാരുണ്ട്, നാമം ജപിക്കുമെന്നൊക്കെ പറയും, പക്ഷെ അവർ ജപിക്കുന്നുണ്ടാവില്ല.
ഗുരുനാഥന്മാർ പറയാറുണ്ട്, 4 മണിക്ക് എഴുന്നേൽക്കാത്ത ഒരാൾക്ക് 4 മണിക്ക് എഴുന്നേൽക്കും നിങ്ങളെന്ന് പറയാനല്ല അർഹതയില്ല, അവകാശമില്ല എന്ന് പറയാറുണ്ട്. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരാത്ത ഒരാൾക്ക് നിങ്ങൾ ഉണരണമെന്ന് പറയാനുള്ള അർഹതയില്ല, അഥവാ പറഞ്ഞാലും ആരും അത് കേൾക്കില്ല, അനുസരിക്കില്ല. അതേപോലെ മത്സ്യമാംസാദികൾ ധാരാളം കഴിക്കുന്ന ഒരാൾക്ക് നിങ്ങളെ വെജിറ്റേറിയൻ ആവുമെന്ന് പറയാനുള്ള അവകാശമില്ല എന്ന് പറയാറുണ്ട്. അതേപോലെ നിങ്ങൾ തോന്നിയ ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ പ്രസാദം മാത്രം കഴിക്കുമെന്ന് പറയാൻ അവകാശമില്ല. അതുകൊണ്ട് എന്താണ്, ആദ്യം അവനവൻ സ്വയം ആചരിക്കുക, ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ സാധിക്കുക, ഭഗവാന്റെ തിരുനാമത്തിനെ ആശ്രയിക്കാൻ സാധിക്കുക, ഒരു ഗുരുവിനെ ആശ്രയിക്കാൻ സാധിക്കുക, ഗുരു പറഞ്ഞതുപോലെ സ്വയം അനുഷ്ഠിക്കാൻ, അത് സ്വയം അനുഷ്ഠാനത്തിൽ വരുത്തുക. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഗുരു അനുഗ്രഹണയവാ പുമാൻ പൂർണ്ണ പ്രശാന്തയെ എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു. ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഇതൊക്കെ സാധിക്കുമോ നമ്മൾക്ക്? ആളുകൾ സംശയിക്കും. ബുദ്ധിമുട്ടില്ല, സാധിക്കും. എങ്ങനെയാണ്? ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തും ഒരു വ്യക്തിക്ക് സാധിക്കും. ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കും, ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹിക്കും. ഭഗവാന്റെ ഈ വേണുഗാനം എവിടെ ഇരിക്കണത്? ഭഗവാന്റെ ആ വേണു എവിടെ ഇരിക്കണത്? ചൈതന്യ മഹാപ്രഭു പറയുന്നു, ഭഗവാൻ വൃന്ദാവനം വിട്ട് മധുരയിലേക്ക് പോയ സമയത്ത് ഭഗവാന്റെ വേണു, ഭഗവാന്റെ മുരളി കൊണ്ടുപോയിട്ടില്ല. മുരളി ഗാനം ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ചൈതന്യ മഹാപ്രഭു അതിനെ വീണ്ടെടുത്തു. എങ്ങനെയാണ്? നമ്മൾ ജപിക്കുന്ന ജപമാല ഇത് വേണുവായിട്ട് പറയണു. ഭഗവാന്റെ വേണുവാണ്, മുരളികയാണ് എന്ത് നമ്മൾ ജപിക്കുന്ന മാല. അതിന്ന് വരുന്ന വേണുഗാനമാണ്. അവിടെ രാഗതാനങ്ങൾ അതിനൊന്നും വ്യത്യാസമില്ല. അവിടെ സങ്കല്പം കൊണ്ട് മാത്രം നമ്മളുടെ ഭാവഗ്രാഹി ജനാർദ്ദന എന്ന് പറയും, എൻ്റെ ഭഗവാനെ എനിക്കൊന്നും അറിയില്ല, ഇത് മാത്രമേ അറിയുള്ളൂ, അവിടുത്തെ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ ഭാവത്തോട് കൂടിയിട്ട് നമ്മൾ തിരുനാമം ജപിക്കുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ നയനം ജലത് അശ്രുധാരയാ വദനം ഗദ്ഗദ രുദ്ധയാഗിര വചനം ഗദ്ഗദ രുദ്ധയാഗിരാം പുളയ നിശിത വപുക്കഥ തവ നാമഗ്രഹണേ ഭവിഷ്യതി. ഭഗവാൻ വാക്കുകൾ പറയുന്ന സമയത്ത് വാക്കുകൾ അറിയാതെ ഇറങ്ങിപ്പോകുന്നു എന്നുണ്ടെങ്കിൽ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറയുന്ന സമയത്ത് ഒരു നിമിഷം നമ്മളുടെ കണ്ണുകൾ നിറയുന്നു എന്നുണ്ടെങ്കിൽ, ഒരു നിമിഷം ആ ഭഗവാന്റെ തൃപ്പാദം ഹൃദയത്തിൽ പ്രകാശിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഒരു നിമിഷം ഭഗവാന്റെ പുഞ്ചിരി നമ്മൾക്ക് ആലോചിക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ, ആ രൂപത്തിൽ അറിയാതെ ലയിച്ചു പോകുന്നു എന്നുണ്ടെങ്കിൽ, ഇത് മാത്രം മതി ഭഗവാൻ സന്തോഷിക്കാനായിട്ട്. ഭഗവാൻ അനുഗ്രഹിക്കുക, അതിനായിട്ട് നമ്മളെ അനുഗ്രഹിക്കണം. ഇപ്പം നമ്മൾ ആലോചിക്കും കൃഷ്ണനെ മാത്രം സേവിച്ചാൽ മതിയോ? വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് ഈ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നവർ ഈ മറ്റുള്ള ഈശ്വരന്മാർക്ക് നിഷേധിക്കുന്നു എന്നൊരു സംശയം ആളുകൾ, മിക്കവാറും ആളുകളിൽ പടർന്നു പിടിച്ചിട്ടുണ്ട്. അതിന് ആ ബ്രഹ്മസംഹിത എന്നുള്ള വിശേഷപ്പെട്ട ഗ്രന്ഥം, അത് ബ്രഹ്മാവ് ഭഗവാന്റെ മുമ്പിൽ നേരിട്ട് ഭഗവാന്റെ ലോകം കണ്ട സമയത്ത്, ഭഗവാൻ അനുഗ്രഹിച്ച സമയത്ത് ഭഗവാന്റെ മുമ്പിൽ നേരിട്ട് ജപിച്ചിട്ടുള്ള സ്തോത്രമാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇവിടുത്തെ ഒന്നിനും ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് വേറിട്ട് നിൽക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവിനും സാധിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. മഹാദേവൻ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനാണ്. മഹാദേവനെ നിഷേധിച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരിക്കലും നമ്മളെ അനുഗ്രഹിക്കില്ല. അപ്പോൾ കൃഷ്ണനെ സേവിച്ചാലോ മഹാദേവനെ അനുഗ്രഹിക്കും. അതാണ് ഭക്തശിവമണി വാഴകുന്നൊക്കെ പാടുന്നുണ്ട്, ഹരശങ്കര ശിവശങ്കര എന്നുള്ള കീർത്തനം കേട്ടാൽ തോന്നും എന്താണ് ഇത് ശരിക്കും ശിവനെ കുറിച്ചിട്ടാണോ എന്നുള്ളത്. അല്ല, ഇത് കൃഷ്ണനെ കുറിച്ചിട്ടുള്ളതാണ്. അജനാരദ സുരനായകർ പണിയും തിരുവടിയും സജലാംബുദ സുഭകം തിരുവുടലും തിരുമുടിയും മധുരാധര സുധയും വഴി മധുരാധര സുധയും തിരുമുടി മധുരാധര സുധയും ദയവഴിയും തിരുമിഴിയും വിധുശേഖര വിളയാടണം അനിശം മമ കരളിൽ. എങ്ങനെയുള്ള ഭഗവാനോടാണ്?
മുരളീരവ തരളീകൃത നവവല്ലഭ വനിത വരമണ്ഡല പരിമണ്ഡിത ഗുരുമന്ദിരപതിയായി കലരുന്നൊരു നവജീവിത മിവനേകുക ശിവനെ മലർസായക മധുസൂദന മധുസൂദന ദയിത. എന്താ പ്രാർത്ഥിക്കണത്? മുരളീരവ തരളീകൃത നവ വല്ലഭ വനിതാ വരമണ്ഡല പരിമണ്ഡിത ഗുരുമന്ദിരപതിയായി. മുരളീഗാനം കേട്ട് ആ വേണുഗാനത്തിൽ ആകർഷിക്കപ്പെട്ട് ഭഗവാന്റെ അടുത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് വന്നിട്ടുള്ള ആ ഗോപികമാരോട് കൂടി രാസലീല ചെയ്യുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപത്തിൽ രാധാകൃഷ്ണന്മാരുടെ രൂപത്തിൽ എനിക്ക് ആകർഷണം വരാനായിട്ട് എൻ്റെ മഹാദേവ അനുഗ്രഹിക്കണേ അവിടുന്ന് എന്നാണ്. ദേവിയോട് പ്രാർത്ഥിക്കണം. എന്താണ് അവിടുന്ന്? ഇതേ പ്രാർത്ഥന തന്നെയാണ്. എന്താണ്? ഹരിചരണ ഭക്തിഞ്ച വിനയം അസൂയ മാത്സര്യ അനുപമ മഹാരോഗ ശമനപ്രവീണാം വാണിം സൽപ്രകര പരമാഹ്ലാദ ജനനീയം എന്നാണ്. അസൂയ മാത്സര്യം ഇല്ലാത്ത വിശേഷപ്പെട്ട വാക്കുകളെ കൊണ്ട് കൃഷ്ണനെ സേവിക്കാനായിട്ട് എൻ്റെ അമ്മയെ അനുഗ്രഹിക്കണേ എന്നുള്ളത്. അവിടെ എവിടെയാ വേറെ നമ്മൾ കാണുന്നത്? എല്ലാ കൃഷ്ണഭക്തിക്ക് വേണ്ടിയിട്ട് ദേവി ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട റൈറ്റ് ഹാൻഡ് എന്ന് പറയും. സൃഷ്ടി സ്ഥിതി പ്രളയ സാധന ശക്തി രേഖ ഛായേവ യസ്യ ഭുവനാനി ബിഭർത്തി ദുർഗ ഇച്ഛാനുരൂപമപി യസ്യ ചേഷ്ടതേ സാ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. സൃഷ്ടി സ്ഥിതി പ്രളയം ഇതിന് മുഴുവൻ ആരാണ് പ്രഭാവം പകർന്നു കൊടുക്കുന്നത്? ഏക ദേവിയാണ് അതിന്. അതായത് അത് ദുർഗ എന്നാ പറയണത്. ഈ ദുർഗാദേവി ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഗോവിന്ദൻ്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തയാണ് സാക്ഷാൽ ദുർഗാദേവി എന്നാണ്. ഇങ്ങനെ ഓരോരുത്തരെയും അഗ്നിർമഹി ഗഗനമമ്പു മരുദ്ദിശ്ച കാലസ്തഥാത്മ മനസീതി ജഗത്രയാണി യസ്മാൽ ഭവന്തി വിഭവന്തി വിശന്തി യം ച ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ആദിപുരുഷനായിട്ടുള്ള ഗോവിന്ദന് അഗ്നി മഹി ഭഗവാനെ വിട്ടിട്ട് എന്താ ഉള്ളത്? ആലോചിച്ച് നോക്കുക. എല്ലാം ഒന്നിച്ചു വരുന്നു ബ്രഹ്മസംഹിതയിൽ. അഗ്നിർ മഹി ഗഗനം അമ്പു മരുദ്ദിശ്ച മരുത്ത് ദിശ്ച കാലസ്തഥാത്മ അതെല്ലാം ജഗത്രയാൻ യസ്മാൽ ഭവന്തി അരുന്നുണ്ടാവണത് അവർക്ക് അതൊന്ന് ലയിക്കണത്. അപ്പോൾ ഇതെല്ലാം ഒരു ഈശ്വരനെ നിഷേധിക്കണില്ല. അവിടെ ബ്രഹ്മാവിനെ നിഷേധിക്കണില്ല. ക്ഷീരോദകശായി വിഷ്ണു, അതേപോലെ ഗർഭോദകശായി വിഷ്ണു, കാരണോദകശായി വിഷ്ണു, ഇതെല്ലാം ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ബന്ധപ്പെടുന്നു. എന്നിട്ടോ ഭഗവാൻ എങ്ങനെയാണ് നിൽക്കുന്നത്? വേണും കൊണന്തം അരവിന്ദദലായദാക്ഷം ബരിഹാവകംസം അസിതാംബുദ സുന്ദരാംഗം കന്ദർപ്പ കോടി കമനീയ വിശേഷശോഭം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. എല്ലാം കൃഷ്ണനിലേക്ക് എല്ലാം ചെന്ന് ലയിക്കുന്നു. എല്ലാം ഭഗവാനിൽ തന്നെ വരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരു ഈശ്വരനെ സേവിക്കൂ. ആ ഒരു ഈശ്വരൻ്റെ ഭക്തന്മാരുടെ ഏത് ഈശ്വരൻ്റെ അടുത്തും പോവാം. ഇങ്ങനെ ഒരു ഭാവം വന്നാൽ ഏത് ഈശ്വരൻ്റെ അടുത്തും പോവാം. എന്നിട്ടോ പ്രാർത്ഥിക്കണത് എന്താ? കൃഷ്ണഭക്തി പരിപൂർണമാക്കി തരണേ, നാമം ജപിക്കാൻ തോന്നണേ, ശരണാഗതി പൂർണ്ണമാക്കി തരണേ. ഓരോ ഈശ്വരനോടും പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന സഫലമായിട്ട് മാറും. മഹാദേവനെ നിഷേധിക്കാൻ പറ്റില്ല. കാരണം മൂന്നാം തൃക്കണ്ണ്, മഹാദേവന് 3 കണ്ണുകളാന്ന് പറയേണ്ടത്. മൂന്നാം തൃക്കണ്ണിലെ ഒരു പൊരി മതി എന്തിന്? ഈ പ്രപഞ്ചകോടികളെ ഭസ്മമാക്കിയിട്ട് മാറ്റാൻ എന്നാണ്. പിന്നെ ആ ഭഗവാന്റെ ക്ഷീരോദശായി വിഷ്ണുവിൻ്റെ ഗർഭോദശി വിഷ്ണുവിൻ്റെ ഒക്കെ അവസ്ഥ എന്താണ്? അവിടുത്തെ ഈ ലോകപത്മം അവിടുത്തെ നാഭിയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. 14 ലോകങ്ങൾ ആ ഗർഭോദശായി വിഷ്ണുവിൻ്റെ നാഭീകമലത്തെ താമരയുടെ തണ്ടിലാണ് സങ്കല്പിച്ചിരിക്കുന്നത് എന്നാണ്. ആ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ അംശമായിട്ടാണ് പറയണത്. ആദ്യത്തെ അംശമായിട്ടാണ്, ആദ്യത്തെ വിസ്തരണമായിട്ട് ആദ്യ സംഘർഷണമൂർത്തിയെ പറയുന്നു. ആ ആദ്യ സംഘർഷണമൂർത്തിയാണ് ബലരാമനായിട്ട് അവതരിച്ചത്.
അതേപോലെ ഗോലോകേശ്വരനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് അവതരിച്ചത്. ഇത് ശ്രീമദ് ഭാഗവതത്തിൽ മൂന്നാമത്തെ പ്രഥമസ്കന്ധം 3-ാമത്തെ അതായത് 28-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഏതേ ചാംശകലാ പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം വിടയന്തി യുഗേ യുഗേ. അതായത് ഇത് ശ്രീകൃഷ്ണ ഈ പറഞ്ഞ ഒരുപാട് അവതാരങ്ങളെ കുറിച്ചത് മുഴുവൻ പറഞ്ഞു. ഋഷയോ മനവോ ജൈവ മനുപുത്ര മഹുജസ കലാ സർവേ ഹരേരേവ സപ്രജാപതയസ്തഥ. അവിടെ എല്ലാ അവതാരങ്ങളെ കുറിച്ചിട്ട് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. അവസാനം പറയുന്നത് എന്താണ്? ഏതേ ചാംശ കലാ പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. സ്വയം ഭഗവാൻ അത് കൃഷ്ണൻ തന്നെ എന്നാണ്. ഇതിന് പരിഭാഷാസൂത്രം എന്നും വിശ്വാസചക്രവർത്തി ഠാക്കൂറിന് പറയും പരിഭാഷാസൂത്രം എന്നുള്ളത്. അതായത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്, പരിഭാഷാസൂത്രത്തിനെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, അവലംബിച്ചുകൊണ്ടാണ് മറ്റെല്ലാ വാക്കുകളും എല്ലാ ആശയങ്ങളും ശ്രീമദ് ഭാഗവതത്തിലെ എന്നാണ്. ഇപ്പോൾ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ള ബോധത്തോടു കൂടിയിട്ട്, ആ ശരണാഗതിയോട് കൂടിയിട്ട് നമ്മൾക്ക് ഏത് ഈശ്വരൻ്റെ മുമ്പിലും പോവാം, ഗണപതിയുടെ മുമ്പിൽ പോവാം. എന്നിട്ടോ പ്രാർത്ഥിക്കണം. യൽപാദപല്ലവയോഗം വിവിധായ കുംഭദ്വന്ദ്വേ പ്രണാമ സമയേ സ ഗണാധിരാജ വിഘ്നാൻ വിഹന്തുമലമസ്യ ജഗത്രയസ്യ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഉണ്ണി ഗണപതി മഹാദേവൻ്റെ പുത്രനാണ്, ഗണപതിയാണ്. സകല ലോകത്തിലെ എന്തെങ്കിലും വിഘ്നങ്ങൾ, ഭഗവാനെ സേവിക്കുന്നതിൽ എന്തെങ്കിലും വിഘ്നങ്ങളുണ്ടോ അതില്ലാതെ തീർക്കാനുള്ള കഴിവ് ഉണ്ണി ഗണപതിക്കുണ്ട്. എവിടുന്നാണ് കിട്ടിയത്? സാക്ഷാൽ ഭഗവാൻ തന്നെ അനുഗ്രഹിച്ചു കൊടുത്തതാണ്. എപ്പോഴും കന്യമൂല ഗണപതി എന്ന് പറയാറുണ്ട്. ഭഗവാന്റെ അടുത്തായിട്ട് ഗണപതി ഉണ്ടാവും. എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ, ഗണപതി എന്താ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്നത്? എപ്പോഴും സേവിച്ചുകൊണ്ട് തുളസിപ്പൂവ് കൊണ്ട് ഭഗവാന്റെ പാദത്തിൽ അർച്ചന ചെയ്തുകൊണ്ട്. അതോ ഞാൻ ഈ ലോകം മുഴുവൻ കീഴടക്കിയത് എങ്ങനെയാണ്? എൻ്റെ ഈ തുളസി കൊണ്ട് എൻ്റെ ഭഗവാനെ സന്തോഷിപ്പിച്ചു. തുളസിയുടെ ഇല വെച്ചിട്ട് ദളം വെച്ചിട്ട് ചുറ്റും പ്രദക്ഷിണം വെച്ചു. എന്തിനാണ്? ലോകം മുഴുവൻ ചുറ്റി വരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. കേട്ടിട്ടുണ്ടാവും എല്ലാവരും കഥ, അല്ലേ? കേട്ടിട്ടുണ്ടോ കഥ? ഗണപതിയുടെ കഥ എല്ലാവരും. എന്നാലും കേൾക്കാത്തവരോട് ഒന്നുകൂടി പറയാം. അതായത് കേൾക്കാത്തവരുണ്ടോ? കേൾക്കാത്തവരൊന്ന് കൈ വെക്കുക. അപ്പോൾ ഒന്ന് പറയാം. ഒരിക്കൽ ഗണപതിയും സുബ്രഹ്മണ്യ സ്വാമിയും ഒന്നിച്ച് ചെന്നു മഹാദേവൻ്റെ അടുത്ത്. മഹാദേവനോട് ചോദിച്ചു, ഞങ്ങളിൽ ആരെയാണ് ആദ്യം പൂജിക്കേണ്ടത് ചോദിക്കുകയാണ്. മഹാദേവൻ കൂടി ധർമ്മസങ്കടത്തിലെ ആരോടാ ചോദിക്കും. അപ്പോൾ നിങ്ങളെ എൻ്റെ ബ്രഹ്മാവിനോട് പോയി ചോദിക്കുമെന്ന് പറയാണ്. അങ്ങനെ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി രണ്ടുപേരും ബ്രഹ്മാവിനോട് ചോദിച്ചു, ഞങ്ങളെ ആരെയാണ് ആദ്യം പൂജിക്കേണ്ടത്, പ്രഥമ ഗണനീയൻ ആരാണ് എന്ന് ചോദിക്കുകയാണ്. ബ്രഹ്മാവ് പറഞ്ഞു, അതിനൊരു കാര്യം ചെയ്യാം, നമ്മൾക്ക് കുറച്ച് പേരോടൊക്കെ ചോദിക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവ് ദേവന്മാരെല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ്. ദേവന്മാരെല്ലാവരും വന്നു അവിടെ. എന്നിട്ട് ചോദിച്ചു, ഇതാ ഇവിടെ സംശയമുണ്ട്, ഈ രണ്ടു പേർക്ക് ആരെ ആദ്യം പൂജിക്കേണ്ടത്. ഉടനെ ദേവേന്ദ്രൻ പറഞ്ഞു, സംശയമല്ലേ, എന്നെ തന്നെയാണ് പൂജിക്കേണ്ടത്. ദേവേന്ദ്രൻ പറഞ്ഞു, എന്നെയാണ് പൂജിക്കേണ്ടത്. അപ്പോഴേക്ക് പറഞ്ഞു, സൂര്യൻ പറഞ്ഞു, ഞാൻ ഇവർക്കൊക്കെ വെളിച്ചം കൊടുക്കണ പ്രപഞ്ചത്തിന് മുഴുവൻ എന്നെയാണ് പൂജിക്കേണ്ടത്. ചന്ദ്രൻ പറഞ്ഞു, അതിന് രാത്രി ആരാ പ്രകാശം കൊടുക്കുന്നത്. അഗ്നിദേവൻ പറഞ്ഞു, എന്നെ പൂജിക്കേണ്ടത് എന്ന്. ഇങ്ങനെ വായുദേവൻ പറഞ്ഞു, എന്നെ പൂജിക്കണം. കുറച്ച് സമയം കൊണ്ട് അവിടെ അതിഭയങ്കരമായിട്ട് ലഹളയായിട്ട് മാറി. ബ്രഹ്മാവ് തൊഴുതു. എന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ വേണ്ടത്? അതെ, ഒരു കാര്യം ചെയ്യാം, ഈ ലോകം മുഴുവൻ നിന്ന് ആരാണ് ആദ്യമായി ചുറ്റി വരുന്നത് അവരെയാണ് ആദ്യം പൂജിക്കേണ്ടതെന്ന് പറയുന്നു. ദേവേന്ദ്രൻ ഐരാവതത്തിൻ്റെ മുകളിൽ കയറി, സുബ്രഹ്മണ്യ സ്വാമി മയിലിൻ്റെ വാഹനനായി മയിലിൻ്റെ പുറത്ത് കയറി. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ വാഹനത്തിൽ കയറി ലോകം ചുറ്റാൻ പോയി. ഉണ്ണിഗണപതി ആണെങ്കിലോ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടം തന്നെ മഹാമോശമാണ്. അതായത് മൂഷികനാണ് ഇരിപ്പിടം. അവിടെ നിന്ന് എങ്ങനെ എഴുന്നേറ്റാൽ ഇദ്ദേഹം അവിടേക്കാണ് ഓടിപ്പോകാന്നുള്ളത് അറിയില്ല. എന്നാലും പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴേക്കാണ് നാരദ മഹർഷി ആ വഴിക്ക് വന്നു. നാരദ മഹർഷി ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ കരയണതെന്ന് ചോദിക്കുന്നു. അതെ, എനിക്ക് നടക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. 3 ലോകങ്ങളും ചുറ്റി വരണം, ലോകം മുഴുവൻ ചുറ്റി വരണം എന്ന് എൻ്റെ ഈ മുത്തശ്ശൻ പറഞ്ഞു. എനിക്കാണ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ പൂജ ഏറ്റുവാങ്ങണമെന്നും ആഗ്രഹമുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. ഉണ്ണി അവിടെ നിൽക്കൂ, നാരദ മഹർഷി പറഞ്ഞു. എന്നിട്ട് ദ്വാരകയിൽ നടന്നൊരു തുലാഭാരത്തിൻ്റെ കഥ അത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പറയേണ്ട കാര്യമില്ല. തുളസിപ്പൂവിനോളം ഭഗവാന് പ്രിയപ്പെട്ടതായിട്ടൊന്നുമില്ല എന്നാണ്. അതായത് ഭഗവാന് ഒരു ബ്രാഹ്മണൻ വന്നിട്ട് ആ ബ്രാഹ്മണനോട് ചോദിക്കുകയാണ്, എന്താ വേണ്ടത് ചോദിക്കുമ്പോൾ
ഉടനെ ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ ദാനം തരണം. എന്താ വേണ്ടത്? അതെ, ഭഗവാനെ തന്നെ ദാനം തരണം എന്ന് പറയും. എന്തും തരാമെന്ന് രുക്മിണീദേവി പറഞ്ഞു. എല്ലാവരും പറഞ്ഞു എന്തും തരാമെന്ന്. എന്നാൽ ആ ഭഗവാനെ കൃഷ്ണൻ എനിക്ക് തരുമെന്ന് പറയുകയാണ്. കൊടുക്കാൻ നിവൃത്തിയുണ്ടോ? അവസാനം കൃഷ്ണൻ്റെ തൂക്കത്തിൽ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നായി. അപ്പോൾ ദ്വാരകയിലുള്ള സ്വർണം സകല സാധനങ്ങളും പകരം വെച്ചിട്ടും കൃഷ്ണന് പകരാമല്ല എന്ത് വേണം? അവസാനം രുക്മിണീദേവിക്ക് ഉപായം തോന്നി. ഒരു തുളസി, ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു തുളസിപ്പൂ എടുത്തിട്ട് അവിടെ ആ പാദത്തിൽ ആ ഒരു ദ്രാഭാരത്തിന് തട്ടിൽ വെച്ചു. അപ്പുറത്ത് ഭഗവാനും ഇരുന്നു. ഭഗവാൻ ആ തുളസിപ്പൂ വെച്ച് തട്ട് ഘനം കൊണ്ട് താണു എന്നാണ് പറയുന്നത്. ഈ കഥ നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു ഗണപതിക്ക്. ഒരു കാര്യം ചെയ്യുക, ഒരു തുളസിയുടെ ദളം എടുക്കുക. എന്നിട്ട് ആ തുളസിയുടെ ദളം വെച്ചിട്ട് അതിന് ചുറ്റുമായിട്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ പ്രദക്ഷിണം വെച്ചോളൂ. ലോകത്തിന് മുഴുവൻ പ്രദക്ഷിണം വെച്ച ഫലമായി എന്ന് പറയുന്നു. ഉണ്ണി ഗണപതി അതേപോലെ ചെയ്തു. എന്നിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, അച്ഛാ ഞാൻ ലോകം ചുറ്റി വന്നു മുത്തശ്ശ എന്ന് പറയണു. എങ്ങനെയാ ചുറ്റിയത്? അതെ, ഞാൻ ഇങ്ങനെ ഒരു ഉപായം ചെയ്തു എന്ന്. അപ്പോൾ ലോകം മുഴുവൻ ചുറ്റിയിട്ടുള്ള ഫലമായി ലോകത്തിൻ്റെ മുഴുവൻ ഈശ്വരൻ കൃഷ്ണനാന്ന് പറയുമ്പോൾ അങ്ങനെ അല്ലാതെ ബ്രഹ്മാവിനെ പറയാതിരിക്കാൻ പറ്റില്ല. അവസാനം ആ ബ്രഹ്മാവ് ഉണ്ണിഗണപതിയെ പ്രഥമ ഗണനീയനായിട്ട് പരിഗണിച്ചു എന്നാണ് പറയണത്. അപ്പോൾ ഇന്നും ഗണപതിയെ പൂജിക്കുന്നത് എന്തുകൊണ്ടാണ്? യൽപാദവല്ലയോഗം വിരധായ കുംഭദ്വന്ദേ പ്രണാമ സമയസ്ഥ ഗണാധിരാജ. എന്നും ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഹരേകൃഷ്ണക്കാർ മാത്രം പറയണതല്ല, ഗണേശ പുരാണത്തിൽ ശാസ്ത്രങ്ങളിൽ പറയണതാണ്. അപ്പോൾ ഈ തിരുനാമം ജപിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് ഉണ്ണി ഗണപതിയെ എപ്പോഴും ഒന്നാമതായി പരിഗണിക്കുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾ ഒന്നാമനാവണോ? നമ്മൾക്ക് വിജയിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്, പക്ഷെ നാമം ജപിക്കാൻ നമ്മൾ തയ്യാറല്ല. ശമ്പളം വേണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ പണി ചെയ്യാൻ തയ്യാറില്ലെങ്കിലോ? അതേപോലെ ഭജിക്കാൻ തയ്യാറാവണം നമ്മൾ. അങ്ങനെ നിരന്തരം ഭജിക്കാൻ എളുപ്പമാണ് തിരുനാമം ജപിക്കാൻ. തിരുനാമം ജപിക്കാൻ നമ്മൾ തയ്യാറാവുന്നു എന്നുണ്ടെങ്കിൽ അനുഗ്രഹങ്ങൾ നമ്മൾ ചോദിക്കേണ്ട, ഭഗവാൻ അറിഞ്ഞു തരും വേണ്ട സമയത്ത്. അതാണ് വേണ്ട സമയത്ത് വേണ്ട വിധത്തിൽ അനുഗ്രഹിക്കാൻ ഈ ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ കരുണ വേറൊരു ഈശ്വരനില്ല. എത്രയോ സ്വയം അനുഭവിച്ച കാര്യങ്ങളുണ്ട്, പക്ഷേ അവനവൻ അനുഭവിച്ച കാര്യങ്ങളൊന്നും പുറമേക്ക് അങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യങ്ങളല്ല. സ്വയം അത് അറിയേണ്ട കാര്യങ്ങൾ, സ്വയം നമ്മൾ ആനന്ദിക്കേണ്ട കാര്യങ്ങളാണ്. അക്രൂരൻ ആ മധുരയിലേക്ക് ഭഗവാനെ കൊണ്ടുപോകുന്ന സമയത്ത് അക്രൂരൻ വിചാരിച്ചു താൻ എന്തായാലും വൃന്ദാവനം വിട്ടിട്ട് ഈ കുട്ടികളെ കൊണ്ടുപോകണില്ല എന്ന് വിചാരിച്ച് അക്രൂരൻ ആ യമുനയിൽ ചെന്നിട്ട് വെള്ളത്തിൽ പോയി മുങ്ങി. അക്രൂരൻ അവിടുന്ന് മുങ്ങാന്നാ വിചാരിച്ചത്. പക്ഷേ അക്രൂരൻ കാണുന്നു ജലത്തിൽ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ദർശനം, വൈകുണ്ഠമൂർത്തിയുടെ ദർശനം ഉണ്ടാവുന്നു അക്രൂരന്. അക്രൂരൻ അവിടെ ഭഗവാനെ സ്തുതി കഴിഞ്ഞ് അവിടുന്ന് ആ സ്തുതി കഴിഞ്ഞ് പിന്നെ ആ വെള്ളത്തിൽ നിന്ന് കയറി വന്നിട്ട് ഭഗവാന്റെ അടുത്ത് വന്നു. ഭഗവാൻ ചോദിച്ചു, എന്താ മുത്തശ്ശ, അക്രൂരൻ ചെറിയച്ഛ എന്തെങ്കിലും കണ്ടോ വിശേഷമായിട്ട്? കുളിക്കാൻ പോയിട്ട് കുറേ സമയമായല്ലോ, എന്തെങ്കിലും കണ്ടോ വെള്ളത്തിൽ? ഉടനെ അക്രൂരൻ പറഞ്ഞത് എന്താണ്? ഭഗവാനെ ഞാൻ കണ്ടു. ഒന്നും പറഞ്ഞില്ല. അത്ഭുതങ്ങൾ കണ്ടു. ഭൂമിയിലോ ആകാശത്തിലോ വെള്ളത്തിലോ ഒന്നുമല്ല കണ്ടത്. ഈ അത്ഭുതങ്ങളെ പോലെ കൃഷ്ണബലരാമന്മാരെ പോലുള്ള അത്ഭുതങ്ങളെ ഞാൻ പ്രപഞ്ചത്തിൽ കണ്ടിട്ടില്ല എന്ന് മാത്രം പറഞ്ഞു. കണ്ടതൊന്നും പറഞ്ഞില്ല. എന്തേ? നമ്മൾ അനുഭവിച്ചവരെ പറയാറില്ല. അനുഭവിക്കണമെന്ന് അഭിനയിക്കുന്നവർ മാത്രമേ പറയാറുള്ളൂ. അതേപോലെ നമ്മൾ അഭിനയിക്കുന്നവർ ആവാതിരിക്കുക, അനുഭവിച്ചവരാവുക. എന്നിട്ട് നിരന്തരം സേവിക്കുക ഭഗവാനെ. ഭഗവാന്റെ കൃഷ്ണനാമങ്ങളെ കൊണ്ട് സത്സംഗത്തിലാണ് ഈ നാമത്തിൻ്റെ മഹിമ അറിയാൻ സാധിക്കുക. സത്സംഗത്തിലാണ് നമ്മൾക്ക് ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തെ അറിയാൻ സാധിക്കുക. അനുഭവപ്പെട്ട എല്ലാം വളരെയധികം അനുഭവസിദ്ധന്മാരുടെ ആചാര്യന്മാരുടെ ആ വാക്കുകളിൽ കൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ നിരന്തരം ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മൾ എന്താണോ മോഹിച്ചത് അത് സാധിപ്പിച്ചു തരും. എന്താ അവസാനം നമ്മളെന്താ ആഗ്രഹിക്കേണ്ടത്? ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള പാദങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് കാണാൻ സാധിക്കുക?
വ്യത്യസ്തപാദം അവതംസിതബർഹിബർഹം സാചീകൃതാനന നിവേശിത വേണുരന്ധ്രം തേജപരം പരമകാരുണികം പുരസ്താൽ പ്രാണപ്രയാണ സമയേ മമ സന്നിധത്താം. പിന്നോങ്ങലം ഠാക്കൂർ തൻ്റെ വിശേഷപ്പെട്ട ശ്രീകൃഷ്ണ കർണാമൃതത്തിൽ പ്രാർത്ഥിക്കുന്നു ഭഗവാനോട്. എങ്ങനെ കണ്ടത്? വ്യത്യസ്തപാദം അവതംസിതബരിഹിബരിഹം തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖ കമലം ദക്ഷിണേ ചാച്ചുവെച്ചും തൃക്കൈയിൽ കാഞ്ചനോടൊക്കൊടലും അധ പിടിച്ചോതി മന്ദം ഹസിച്ചും തക്കത്തിൽ പീര് ജോടി കരുമുകില വടിവും കൊണ്ടു നിൽക്കും മുകുന്ദൻ. ഇത് തന്നെ ഭട്ടതിരിപ്പാടും പറയണു. എന്താ പറയണത്? ബാഹുദ്വന്ദ്വേന രത്നോജ്വല വലയഭൃത ശോണപാണിപ്രവാളയനോപാത്താം വേണുനാളിം പ്രസൃതനഖമയൂഖാംഗുലീ സംഘശാരാം കൃത്വാ വക്രാരവിന്ദേ സുമധുരവികസദ്രാഗമുദ്ഭാവ്യമാനേ ശബ്ദബ്രഹ്മാമൃതസ്ത്വം ശിശിരഭുവനേ സിഞ്ചമേ കർണവീഥിം. എൻ്റെ വേണുഗാനം ചെയ്യുന്ന ഭഗവാനിൽ നിന്നും കേൾക്കുന്ന വേണുഗാനത്തിൽ ആ ഗാനത്തിൽ രൂപത്തിൽ മനസ്സിൽ ക്കാൻ സാധിക്കണം. അതിന് സാധിക്കും വിശ്വസിച്ചിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം നിരന്തരം ജപിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. ഈ വാക്കുകൾ ഇത് എൻ്റെ ഗുരു മഹാരാജനും അതേപോലെ ശീല പ്രഭുപാദര ഗുരു പരമ്പരകൾക്കും ശ്രീമദ് ഭാഗവതം ഉപദേശിച്ച ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട ഭക്തനായിട്ടുള്ള ഗുരുനാഥനും ശ്രീ ഗുരുവായൂരപ്പനും സമർപ്പിക്കുന്നു. സജ്ജനങ്ങളുടെ മുമ്പിൽ ഈ വാക്കുകൾ സമർപ്പിക്കുന്നു. ഒരു പൂജ്യങ്ങൾ എഴുതിയാൽ യാതൊരു വില ഉണ്ടാവാറില്ല. പക്ഷെ പൂജ്യത്തിൻ്റെ അടുത്ത ഭാഗത്തൊരു പൂർണ്ണസംഖ്യ വന്നാൽ വില ഉണ്ടാവും അതിന്. അതേപോലെ എത്ര പൂജ്യം കൂടണോ വില കൂടിക്കൂടി വരും. ഇതേപോലെ വെറും ശൂന്യമായ വാക്കുകൾക്ക് അതിന് ചൈതന്യം പകർന്നുകൊണ്ട് ഗുരുനാഥ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ അവസരം തന്നിട്ടുള്ള ഇതിൻ്റെ സംഘാടകർ പ്രത്യേകിച്ചും മിനി മാതാജി അതേപോലെ ഇവിടെയുള്ള പ്രഭുക്കന്മാർ എല്ലാവരുടെ മുമ്പിലും സാദരം പ്രണമിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധാ അന്തർജന മാതാജി, ഇപ്പോഴാണ് ശരിക്കും എനിക്ക് നേരിട്ട് കാണാനും ഇങ്ങനെ ഒരു അവസരം കിട്ടിയ വളരെയധികം